നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന GST ഓഡിറ്റിനെ പറ്റിയാണ്. 2017-18 ഇയർ മുതൽ 21-22 വരെ 5 ഇയേഴ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡിറ്റിനുള്ള നോട്ടീസസ് പലർക്കും വന്നിട്ടുണ്ട്. പലരുടെയും ഓഡിറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്, ചിലരുടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കേസിൽ ഒരുപാട് ഡൗട്ടുകൾ വന്ന പിന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. തിയറിറ്റിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, പ്രാക്ടിക്കലായിട്ടുള്ള GST ഓഡിറ്റും അതിനെങ്ങനെ റിപ്ലൈ കൊടുക്കണം, എന്തൊക്കെ പോയിൻറ്റ്സാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, GST ഓഡിറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അവയർനെസ് മാത്രമാണ് വീഡിയോ. GST ഓഡിറ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെ ഒരു നോട്ടീസ് ആയിരിക്കും. GST ഓഡിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഇയർ ആണ് കവേർഡ് ആയിട്ടുള്ളത്, എന്തൊക്കെ ഡാറ്റയാണ് അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇത്രയും ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ നോട്ടീസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. This is to inform you that you are selected for the audit of your accounts from the year 2017-18 to 2021-22. 5 ഇയേഴ്സിലെ ടോട്ടൽ ആയിട്ടുള്ള ഓഡിറ്റിനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. Prior to the detailed verification of your documents, we require details as shown below for the desk review within a week of time. ഇതൊരു വീക്കിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ 1 വീക്കിനുള്ളിൽ തന്നെ പെട്ടെന്ന് ധൃതി പിടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കണ്ടെടുത്തോളം GST ഓഫീസേഴ്സ് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന, GST ഓഡിറ്റ് ടീമിലുള്ള ആളുകൾ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആളുകൾ തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഡെസ്ക് റിവ്യൂവിന് വേണ്ടി നിങ്ങളോട് ആദ്യം ചോദിക്കാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റെക്കോർഡ്സ് ഓഫ് ITC അവൈൽഡ് ആണ്. എല്ലാ മാസവും നിങ്ങൾ 3Bയിൽ ക്ലെയിം ചെയ്യുന്ന ITCയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാ ഡോക്യുമെൻറ്റ്സും ആദ്യം തന്നെ കൊണ്ട് കൊടുക്കണമെന്നല്ല, അതായത് പർച്ചേസ് ഇൻവോയ്സസ് എല്ലാം തന്നെ കൊടുക്കണമെന്നല്ല. നമ്മൾ 2Bയിലൊക്കെ കാണുന്ന പോലെ ഒരു ഫോമാറ്റിലേക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും. സോഫ്റ്റ്വെയറിൽ നിന്ന് അതിനുള്ള റിപ്പോർട്ട്സൊക്കെ കിട്ടുന്നതാണ്. ഏത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ്, റെക്കോർഡ്സ് ഓഫ് ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ്. ഇതും സോഫ്റ്റ്വെയറിൽ നമുക്ക് കിട്ടുന്നതാണ്. ഔട്ട്പുട്ട് ടാക്സിൻ്റെ റിപ്പോർട്ടും മറ്റും ടാലിയിൽ നിന്നും മറ്റൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. സെയിൽസ് റിപ്പോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ദെൻ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ റെക്കോർഡ്സ്. നിങ്ങളുടെ പർച്ചേസ് ലെഡ്ജറും അതുപോലെ തന്നെ സെയിൽസ് ലെഡ്ജറും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റിപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ഐറ്റംസും മൂന്നാമത്തെ ഐറ്റം ഒരുമിച്ച് കവറായി പോകുന്നതാണ്. ഇവിടെ സ്പെസിഫിക് ആയിട്ടൊരു ഏത് ലെഡ്ജർ വേണമെന്നൊന്നും പറയുന്നില്ല. ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈയുടെ റെക്കോർഡ്സാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എക്സലിലേക്കോ PDF-ലേക്കോ എന്തെങ്കിലും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ റിപ്പോർട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇൻവേർഡ് വന്നിട്ടുള്ള അത് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗുഡ്സും ഇൻവേർഡിൽ നിങ്ങൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സപ്ലൈ റെക്കോർഡ്സിൽ നിങ്ങളുടെ സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വേണം. ഇത് GST റിട്ടേൺസുമായിട്ട് മാച്ചിങ് ആണെന്നും കൂടി ഉറപ്പുവരുത്തുക. നമ്മൾ ഈ കൊടുക്കുന്ന റെക്കോർഡ്സ് എല്ലാം തന്നെ എങ്ങനെയാണ് അവർ വെരിഫൈ ചെയ്യുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്, ടാക്സ് ലയബിലിറ്റി എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഏതൊക്കെ റെക്കോർഡ്സ് ചോദിക്കണം, നിങ്ങൾ അതിന് എന്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നോക്കിയിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പോയിൻറ്റ്സ് 1, 2 and 3 എന്ന് പറയുന്നത് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഡീറ്റെയിൽസ് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 3 അതിൽ കവറായി പോകുന്നതാണ്. ദെൻ 4th വൺ പറയുന്നത് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് വിത്ത് നോട്ട്സ് ടു അക്കൗണ്ട്സ്.